ട്രംപ് ലോകസമാധാനത്തിന് തന്നെ ഭീഷണിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. വെനസ്വേലയിലേക്ക് നടത്തിയ കടന്നുകയറ്റം ഏറ്റവും ഒടുവിലത്തേതാണ്, ഇറാനുമേൽ ഉയർത്തുന്ന ഭീഷണി. എന്നാൽ ഇതിനു മുൻപ് രണ്ടാം ടേം ആരംഭിച്ചതു മുതൽ ട്രംപ് പ്രഖ്യാപിച്ച യുദ്ധമാണ് സാമ്പത്തിക യുദ്ധം. തന്റെ ആഗ്രഹത്തിന് വരുതിക്ക് വരാത്ത രാഷ്ട്രങ്ങൾക്ക് കടുത്ത താരിഫ് നികുതി ഏർപ്പെടുത്തി അവരെ അസ്ഥിരമാക്കാനുള്ള തന്ത്രമാണ് ട്രംപ് പയറ്റിയത്. അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യ. മാഗ സിദ്ധാന്തം ചൂണ്ടിക്കാണിച്ചുള്ള ട്രംപിന്റെ താരിഫ് പിരിവിലെ സുപ്രീം കോടതി തീരുമാനം വൈകും. ഇന്നലെ ഈ വിഷയം കോടതി പരിഗണിച്ചില്ല. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% താരിഫ് ചുമത്താൻ ട്രംപ് നീക്കം തുടങ്ങിയതോടെ ഇന്ത്യ കോടതി വിധിയിൽ കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച് കാത്തിരിക്കുകയാണ്. ട്രംപിന് ഈ രീതിയിൽ താരിഫ് പിരിക്കാമോ ഇല്ലയോ എന്ന് അമേരിക്കയിലെ പരമോന്നത കോടതി വിധിക്കുന്ന ദിനം ഇന്നലെയാകുമെന്നാണ് നമ്മൾ കരുതിയിരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ അതിനായി കാത്തിരുന്നു. മറ്റ് കേസുകൾ പരിഗണിച്ച കോടതി താരിഫ് വിഷയത്തിൽ അന്തിമ വിധി പറയുന്നത് ഈ മാസം 14-ലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഉയർന്ന തീരുവ ചുമത്താൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നിയമപരമായി അവകാശമില്ലെന്ന് കാട്ടി വിവിധ കമ്പനികളും 12 സംസ്ഥാനങ്ങളുമാണ് സുപ്രീം കോടതിയിലെത്തിയത്. കോടതി നടപടികളിലേക്ക് എത്തിച്ച സാഹചര്യം എന്തൊക്കെയെന്ന് നോക്കാം. US പ്രസിഡന്റായി രണ്ടാം വട്ടവും ചുമതലയേറ്റ ട്രംപ് കഴിഞ്ഞ ഏപ്രിൽ 2 മുതലാണ് ലോകത്തെ ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്ക് മേലും ഏകപക്ഷീയമായി തീരുവകൾ പ്രഖ്യാപിച്ചത്. എന്നാൽ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം ട്രംപ് പ്രഖ്യാപിച്ച തീരുവകളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധവും അധികാര ലംഘനവുമാണെന്ന് കീഴ്ക്കോടതിയായ US കോർട്ട് ഓഫ് ഇന്റർനാഷണൽ ട്രേഡും US കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദ ഫെഡറൽ സർക്യൂട്ടും വിധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കീഴ്ക്കോടതി വിധിയെ ഏകപക്ഷീയമെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ സമ്പദ്വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കുമെന്നും വിധി ദുരന്തമാണെന്നും ട്രംപ് പറഞ്ഞു. വിധി അനുകൂലമായാൽ എന്താകും സാഹചര്യം? സുപ്രീം കോടതിയിൽ ട്രംപ് വിജയിക്കുകയാണെങ്കിൽ, ട്രംപിന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ അത് തന്റെ വിജയമായി ട്രംപ് ആഘോഷിക്കും. കൂടുതൽ കടുത്ത നിലപാടിലേക്ക് ട്രംപ് കടന്നേക്കും. ഇതിനോടകം 500% ഉയർത്തും താരിഫ് എന്ന ഭീഷണി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് മേൽ ട്രംപ് ഉയർത്തിക്കഴിഞ്ഞു. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ അടിവേരറുക്കുന്ന നീക്കത്തിലേക്കായിരിക്കും ട്രംപ് നീങ്ങുക. ട്രംപ് എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് പ്രവചിക്കാൻ പോലും ആകാത്ത അവസ്ഥ. തീരുവകൾ നിലനിൽക്കുമോ എന്ന സംശയം നേരത്തെ വാദം കേട്ടപ്പോൾ സുപ്രീം കോടതിയും ഉന്നയിച്ചിരുന്നു. ഇതിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുടെ ഇനിയുള്ള പ്രതീക്ഷ. സുപ്രീം കോടതി വിധിയും എതിരായാൽ ട്രംപിനത് രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ ആഘാതവും നാണക്കേടും ഉണ്ടാക്കും. ഇതിനകം തീരുവയായി പിരിച്ചെടുത്ത തുകയെല്ലാം അതത് കമ്പനികൾക്ക് തിരിച്ചു കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം വരും. സുപ്രീം കോടതിയും തീരുവ അസാധുവാക്കിയാൽ US-ന് അത് വൻ സാമ്പത്തിക ദുരന്തമാകും എന്നതാണ് ട്രംപ് ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ കോടതികളിലും ട്രംപ് ഉയർത്തുന്ന വാദം അതാണ്. 3ാം നിര രാജ്യമായി US അധപ്പതിച്ചു പോകും എന്നതാണ് ട്രംപ് കോടതികളോട് പറയുന്നത്. നിലവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ തീരുവ ആയുധമാക്കി ട്രംപ് നേടാൻ ശ്രമിക്കുന്ന മേധാവിത്വത്തിന്റെ അടിവേരിളകും ഈ കോടതി വിധി എതിരാവുകയാണെങ്കിൽ. അപ്പോ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ സുപ്രീം കോടതി വിധിയിൽ കണ്ണുനട്ടിരിക്കുകയാണ്. കോടതി വിധി അനുകൂലമാകുമെന്ന പ്രതീക്ഷയോടെ. തോറ്റാലും പക്ഷേ ട്രംപിന് മുന്നിൽ വേറെയും വഴികളുണ്ട്. ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം ട്രംപ് കഴിഞ്ഞ ഏപ്രിലിൽ പ്രഖ്യാപിച്ച തീരുവയുടെ സാധുതയാണ് സുപ്രീം കോടതി പരിശോധിക്കുന്നത്. സുപ്രീം കോടതി വിധി എതിരായാൽ തീരുവ ചുമത്തുന്നത് തുടരാൻ പ്രസിഡന്റിനെ അനുവദിക്കുന്ന വേറെയും ചട്ടങ്ങൾ അമേരിക്കയിൽ ഉണ്ട്. ട്രംപ് ആ ചട്ടങ്ങൾ ഉപയോഗിക്കാൻ മടിക്കാത്ത ആളാണ്. അപ്പോൾ ആ ചട്ടങ്ങൾ ഉപയോഗിച്ചും തന്റെ തീരുമാനം നടപ്പിലാക്കും എന്ന സൂചനകളാണ് ട്രംപിനോട് അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്നത്. താരിഫ് ചുമത്തിയത് വൻ നേട്ടമായെന്നും US-ന്റെ വ്യാപാര കമ്മി 2009-ന് ശേഷമുള്ള ഏറ്റവും താഴ്ചയിലെത്തി എന്നതുമാണ് ട്രംപ് ഉയർത്തിക്കാട്ടുന്നത്. താരിഫ് വരുമാനം $600 ബില്യൺ കടന്നു എന്നതാണ് ട്രംപിന്റെ അവകാശവാദം. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി കോടതി വിധി മറികടക്കാൻ മറ്റധികാരങ്ങൾ പ്രയോഗിക്കാൻ ട്രംപ് ഏതറ്റം വരെയും പോകും. മാഗ എന്ന ട്രംപിന്റെ സിദ്ധാന്തത്തിന് അമേരിക്കയിൽ വലിയ പിന്തുണയുണ്ട്. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാകും ട്രംപ് ആ നീക്കങ്ങളൊക്കെ നടത്തുക. ഇന്ത്യക്ക് ആഘാതം. റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്ക് മൊത്തം 50% തീരുവയാണ് ട്രംപ് ഭരണകൂടം ചുമത്തുന്നത്. ഇനിയും ഇത് തുടരുന്നതുകൊണ്ട് തന്നെ അത് 500%-ലേക്ക് ഉയർത്താനുള്ള ബില്ലിൽ കഴിഞ്ഞ ദിവസം ട്രംപ് ഒപ്പിട്ടു. ഈ റിപ്പോർട്ട് പുറത്തു വന്നത് തന്നെ ഇന്ത്യൻ ഓഹരി വിപണികൾക്ക് കനത്ത ആഘാതം സൃഷ്ടിച്ചിരുന്നു. UN ഇന്ത്യക്ക് 2026-ൽ പ്രതീക്ഷിക്കുന്ന GDP വളർച്ചാ അനുമാനം കുത്തനെ വെട്ടിക്കുറച്ചു.
2025 7.4% വളരുന്ന ഇന്ത്യ 2026 6.6% വളർച്ചയെ നേടൂ എന്നതാണ് UN കുറിച്ചത്. അത് ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. അത് ഓഹരി വിപണികളിൽ പ്രതിഫലിച്ചിരുന്നു. അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തുന്ന കനത്ത തീരുവ തന്നെ ആകും ഈ തിരിച്ചടിക്കൊക്കെ അടിസ്ഥാന കാരണം എന്നതാണ് പറയപ്പെടുന്നത്. 2027 GDP വളർച്ച 6.7% ആകുമെന്നും UN മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് കോടതി വിധി അനുകൂലമായാൽ ഈ സാഹചര്യങ്ങളും ഭീഷണിയും ഒഴിയും എന്നതാണ് ആശ്വാസം. വ്യാപാര കരാറിൽ ചർച്ചകൾ നടക്കുന്നുവെങ്കിലും കരാർ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. അത് ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. മറ്റ് രാഷ്ട്രങ്ങളുമായി സഹകരിച്ച് പ്രതിസന്ധി മറികടക്കാൻ ഇന്ത്യ ശ്രമിച്ചുവെങ്കിലും അമേരിക്കൻ വിപണിക്ക് പകരമല്ല മറ്റൊന്നും എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിൽ മോദി കിട്ടിയ അവസരം ഉപയോഗിച്ചില്ല എന്ന തരത്തിലൊക്കെയുള്ള കുറ്റപ്പെടുത്തലുകൾ ഇന്ത്യയും മോദി സംസാരിച്ചില്ല ട്രംപുമായി, ഇന്ത്യ കിട്ടിയ അവസരം ഉപയോഗിച്ചില്ല, അതാണ് കരാർ യാഥാർത്ഥ്യമാകുന്നതിന് തിരിച്ചടിയായത് എന്ന പരാമർശം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ അത് നിഷേധിച്ചിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്നത് വിദേശകാര്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. താരിഫ് 500% പ്രഖ്യാപനം പക്ഷേ ഇരുട്ടടിയാണ്. വാണിജ്യ കരാർ യാഥാർത്ഥ്യമാകുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു എന്നാണ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഈ 500% താരിഫ് ഉയർത്തുമെന്ന് പറഞ്ഞ സാഹചര്യമൊക്കെ നിരീക്ഷിക്കുന്നു എന്ന് ഇന്ത്യ അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവിധ വിഷയങ്ങളിലും ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ആഗോള വ്യാപാര രംഗത്തെ അന്തരീക്ഷം അനുസരിച്ചാണ് ഇന്ത്യ എണ്ണ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നത്, അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത്. 140 കോടി ജനങ്ങൾക്കും ന്യായമായ വിലയിൽ അവ എത്തിക്കാനാണ് രാജ്യത്തിന്റെ ശ്രമം. അതിനാണ് പ്രയോറിറ്റി എന്ന നിലപാട് ആവർത്തിക്കുകയാണ് ഇക്കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രംപ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് തനിക്ക് രാജ്യാന്തര നിയമം ഒന്നും വേണ്ട, സ്വന്തം നീതിയാണ് തന്നെ നയിക്കുന്നത്, താൻ നടപ്പാക്കുന്നതും സ്വന്തം തീരുമാനങ്ങളാണ് എന്നതാണ് ട്രംപ് പറയുന്നത്. വെനസ്വേലയിലേക്ക് കടന്നു കയറി പ്രസിഡന്റ് മദുറോയെയും ഭാര്യയെയും പിടികൂടി അമേരിക്കൻ ജയിലിലാക്കിയ വെനസ്വേലൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ എണ്ണ വിപണി പിടിച്ചെടുക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയ ട്രംപ് ഇറാനെതിരെ ഭീഷണി മുഴക്കി ഊഴം കാത്തിരിക്കുകയാണ്. ഒപ്പം ഗ്രീൻലാൻഡിനെയും ട്രംപ് ലക്ഷ്യം വെക്കുന്നുണ്ട്. എന്തിനും മടിക്കാത്ത അന്താരാഷ്ട്ര നിയമങ്ങളോ മറ്റ് രാഷ്ട്രങ്ങളുമായുള്ള ബന്ധങ്ങളോ ഒന്നും പരിഗണിക്കാതെയുള്ള ട്രംപിന്റെ നീക്കങ്ങൾ ഉണ്ടാക്കുന്ന ഭീഷണി ചെറുതല്ല. ഇതിനുള്ള തിരുത്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 14 വരാനിരിക്കുന്ന കോടതി വിധിയും ഇടക്കാല തെരഞ്ഞെടുപ്പുമാണ് അനുകൂല തീരുമാനം ഉണ്ടാക്കാൻ ട്രംപിനെ പ്രേരിപ്പിക്കേണ്ടുന്ന ഘടകങ്ങൾ. അവിടെയാണ് ജനാധിപത്യത്തിന്റെ ശക്തി, നിയമ സംവിധാനങ്ങളുടെ ശക്തി തെളിയിക്കപ്പെടേണ്ടത്. അത് രണ്ടും ലോകസമാധാനത്തിന് വേണ്ടിയുള്ളതാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അപ്പോൾ നമ്മൾ ഇനി പോകുന്ന ഫോക്കസും ട്രംപുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഗ്രീൻലാൻഡിൽ കണ്ണു നട്ടിരിക്കുകയാണ് ട്രംപ്. ലോകത്തെ ഏറ്റവും വലിയ ദ്വീപിൽ കണ്ണും നട്ടിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സൈന്യത്തെ ഉപയോഗിച്ച് ഗ്രീൻലാൻഡ് ബലമായി പിടിച്ചെടുക്കുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഗ്രീൻലാൻഡിൽ തങ്ങൾ ചിലതൊക്കെ ചെയ്യുമെന്നാണ് ട്രംപ് പറയുന്നത്. റഷ്യയോ ചൈനയോ അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നത് തടയാനാണ് തന്റെ നീക്കം എന്നതാണ് ട്രംപിന്റെ ന്യായീകരണം. അപ്പോൾ ഓരോ രാഷ്ട്രത്തിനുമെതിരെ നീങ്ങാൻ ഓരോരോ കാരണങ്ങൾ ട്രംപ് കണ്ടുപിടിക്കും. അത് കാരണമാക്കിക്കൊണ്ട് താൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് ചെയ്യും. അതാണ് ട്രംപ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗ്രീൻലാൻഡിൽ അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്ന ന്യായീകരണങ്ങൾ ഇതൊക്കെയാണ്. വേണമെങ്കിൽ സൈന്യത്തെ ഉപയോഗിച്ച് തന്നെ ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അമേരിക്ക ഇടപെട്ടില്ലെങ്കിൽ റഷ്യയോ ചൈനയോ ഗ്രീൻലാൻഡ് കൈക്കലാക്കും. ഇത് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. സമാധാനപരമായ ചർച്ചകൾ നടന്നില്ല എങ്കിൽ കടുത്ത നടപടികളിലൂടെ ലക്ഷ്യം കാണുമെന്നാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ട്രംപിന്റെ ന്യായങ്ങൾ എന്ന് നോക്കിയാൽ, റഷ്യയും ചൈനയും ആർട്ടിക് മേഖലയിൽ സൈനിക പ്രവർത്തനം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ ദ്വീപിന്റെ നിയന്ത്രണം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് നിർണായകമാണ് എന്നതാണ് ട്രംപ് ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് നല്ല രീതിയിലായാലും അല്ലെങ്കിലും കൂടുതൽ ബുദ്ധിമുട്ടുള്ള രീതിയിലായാലും നിയന്ത്രണം ഏറ്റെടുക്കുമെന്ന് തന്നെ ട്രംപ് പറയുന്നു. ഡെൻമാർക്കിന്റെ തീരങ്ങളിലെ റഷ്യൻ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം കാരണം ഈ ആർട്ടിക് പ്രദേശം അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്നതാണ് ട്രംപിന്റെ വാദം. ദേശീയ സുരക്ഷ, സാമ്പത്തിക സുരക്ഷ തുടങ്ങിയ കാര്യങ്ങളാണ് ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനുള്ള കാരണങ്ങളായി ട്രംപ് ഉയർത്തിക്കാട്ടുന്നത്. ഈ ആർട്ടിക് മേഖലയ്ക്കായുള്ള പോരാട്ടം എന്തായാലും വർദ്ധിച്ചു വരികയാണ്.
ആ സാഹചര്യത്തിലാണ് ട്രംപ് ഈ രീതിയിൽ കാര്യങ്ങളെ നീക്കുന്നത്. മേഖലയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും കാനഡയ്ക്കും ഒക്കെ അവരവരുടേതായ താല്പര്യങ്ങളുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാലും ഇതാണോ ട്രംപിനെ നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ? ട്രംപ് പറയുന്നതല്ല ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് നമുക്ക് നിസ്സംശയം തന്നെ പറയാം. യഥാർത്ഥ കാരണം എന്തൊക്കെയാണ്? അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമിടയിൽ തന്ത്രപരമായി സ്ഥാനം പിടിച്ചിരിക്കുന്നു എന്നതാണ് ഗ്രീൻലാൻഡിന്റെ പ്രാധാന്യം. കോടികൾ എന്ന് വെച്ചാൽ കോടാനുകോടികൾ വിലമതിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡിന്റെ ഭൗമ സമ്പത്ത് തന്നെയാണ് ലോകരാജ്യങ്ങളെ ഇവിടേക്ക് ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കാരണം, പ്രത്യേകിച്ച് ട്രംപിനെ ആകർഷിക്കുന്ന കാരണം. ഗ്രീൻലാൻഡിന്റെ മഞ്ഞുമൂടിയ ഭൂമിക്കടിയിലുള്ള ധാതു സമ്പത്താണ് ശ്രദ്ധാകേന്ദ്രം. രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം ഇതിലേക്ക് കൂടി കണ്ണുവെച്ചുകൊണ്ടാണ് ട്രംപിന്റെ നീക്കങ്ങൾ. അപൂർവ ഭൗമ മൂലകങ്ങൾക്കും ഹരിതോർജ സാങ്കേതിക വിദ്യകൾക്കായി ഉപയോഗിക്കുന്ന നിർണായക ധാതുക്കളും വലിയ തോതിലുള്ള ഫോസിൽ ഇന്ധന ശേഖരവുമാണ് ഗ്രീൻലാൻഡിന്റെ പ്രത്യേകത. സ്വർണം, സിങ്ക്, ഇരുമ്പ് തുടങ്ങിയ വിലയേറിയ ലോഹങ്ങൾ, എണ്ണ, വാതക വിഭവങ്ങളൊക്കെ ഇവിടെ ധാരാളമുണ്ട്. ഗ്രീൻലാൻഡിന്റെ 3 അപൂർവ ഭൂമി നിക്ഷേപങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ 10 നിക്ഷേപങ്ങളിൽ ഒന്നാകാമെന്ന് ഈ മേഖലയിലെ ധാതുക്കളുടെ ഭൂപടം തയ്യാറാക്കിയ ജിയോളജിക്കൽ സർവേ ഓഫ് ഡെൻമാർക്ക് ആൻഡ് ഗ്രീൻലാൻഡിന്റെ സാമ്പത്തിക ജിയോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥയെ ചലനാത്മകമായി നിലനിർത്തുന്നതാണ് നിർണായക ധാതുക്കൾ. ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ബാറ്ററി മുതൽ കാറ്റാടി യന്ത്രങ്ങൾ, സോളാർ പാനലുകൾ വരെയുള്ളവയ്ക്ക് നിർണായക ധാതുക്കൾ ആവശ്യമാണ്. ഇതിന്റെ സാധ്യത മുന്നിൽ കണ്ടാണ് ട്രംപിന്റെ നീക്കങ്ങളെല്ലാം. അത് പാക് ബന്ധത്തിലാകട്ടെ, റഷ്യ യുക്രൈൻ പ്രശ്നപരിഹാരത്തിന് ഇടപെടുമ്പോഴാകട്ടെ, ഏറ്റവും ഒടുവിൽ വെനസ്വേലയിൽ നടത്തിയ കടന്നുകയറ്റത്തിൽ വരെ എന്തൊക്കെയാണ് ട്രംപിന്റെ താല്പര്യങ്ങൾ എന്നത് നമ്മൾ കണ്ടതാണ്. ഗ്രീൻലാൻഡിന്റെ കാര്യത്തിലും ട്രംപിനെ നയിക്കുന്നത് ഈ ധാതു സമ്പത്ത് തന്നെയാണ് എന്നത് വളരെ വ്യക്തം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സൈന്യത്തെ ഉപയോഗിക്കും എന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം സംഘർഷം രൂക്ഷമാകുമോ എന്നതാണ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കാൻ അമേരിക്ക സൈനിക നടപടികൾ സ്വീകരിക്കുമെന്ന തലത്തിൽ വരെ കാര്യങ്ങൾ എത്തിയതോടെ ഗ്രീൻലാൻഡും ഡെൻമാർക്കും അമേരിക്കയും തമ്മിലുള്ള സംഘർഷങ്ങൾ രൂക്ഷമാകുന്നു. 500 വർഷങ്ങൾക്ക് മുൻപ് അവർ അവിടെ ഒരു ബോട്ട് ഇറക്കി എന്നതുകൊണ്ട് അവർക്ക് ആ ഭൂമി സ്വന്തമാകില്ല എന്നതാണ് ട്രംപ് പറയുന്നത്. ഗ്രീൻലാൻഡിലെ താമസക്കാർക്ക് പണം നൽകിക്കൊണ്ട് ഡെൻമാർക്കിൽ നിന്ന് വേർപെട്ട് വരാൻ അവരെ പ്രേരിപ്പിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് വരെ ട്രംപ് ആലോചിക്കുന്നുണ്ട്. അതിനായി പൈസയാണ് ജനങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഓരോ വ്യക്തിക്കും $10,000 $1,00,000 ഒക്കെ വാഗ്ദാനം ചെയ്തുകൊണ്ട് അവരെ ഒഴിപ്പിച്ച് തങ്ങൾക്ക് അനുകൂലമാക്കുക എന്നതാണ് ട്രംപിന്റെ രീതി എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത്. ആവശ്യമെങ്കിൽ ഗ്രീൻലാൻഡ് ബലമായി ഏറ്റെടുക്കുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുമ്പോൾ ഡെൻമാർക്കിന്റെ അതിർത്തിയിലേക്ക് ആരെങ്കിലും അതിക്രമിച്ചു കടന്നാൽ ഉത്തരവുകൾക്ക് കാത്തു നിൽക്കാതെ തന്നെ സൈനിക നടപടി തുടങ്ങുമെന്നാണ് ഡാനിഷ് പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചത്. ഗ്രീൻലാൻഡിന് മേലുള്ള ഏതൊരു US ആക്രമണവും നാറ്റോ സഖ്യത്തിന്റെയും 2ാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തോടെ സ്ഥാപിതമായ സുരക്ഷയുടെയും അവസാനമായിരിക്കുമെന്ന് ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്സൺ പറഞ്ഞു. അമേരിക്ക ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നതിനെക്കുറിച്ചും അതിനായുള്ള സൈനിക നടപടികളും ആലോചിക്കുന്നതിനിടെയാണ് ഈ മുന്നറിയിപ്പ് ഡെൻമാർക്ക് നൽകുന്നത്. അപ്പോൾ എന്തായാലും ട്രംപ് ഇതൊക്കെ കേട്ട് പിന്മാറുമോന്നൊന്നും നമുക്കറിയില്ല. ഡെൻമാർക്കിലെ അമേരിക്കൻ താൽപര്യങ്ങളോട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും സൈനിക നടപടി എന്നതുൾപ്പെടെയുള്ള ട്രംപിന്റെ നീക്കങ്ങളോട് റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഡെൻമാർക്കിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. വെനസ്വേലയ്ക്ക് പിന്നാലെയാണ് ട്രംപ് ഗ്രീൻലാൻഡിലും സൈനിക നീക്കമെന്ന ഭീഷണി മുഴക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾക്കോ ഓരോ രാജ്യങ്ങളുടെയും സ്വതന്ത്ര പരമാധികാരത്തിനോ വില നൽകാതെയുള്ള ട്രംപിന്റെ ഈ നീക്കങ്ങൾ ലോകസമാധാനത്തിന് തന്നെ വൻ ഭീഷണിയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.